മണി മാജിക്കിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ ഇന്ത്യയുടെ വിപ്ലവകരമായ മുന്നേറ്റങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI. ചായക്കട മുതൽ വൻകിട വ്യാപാര സ്ഥാപനങ്ങളിൽ വരെ QR കോഡ് സ്കാൻ ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ പണം കൈമാറുന്ന ഈ സാങ്കേതികവിദ്യ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഈ അസാമാന്യ വേഗത തന്നെ ഇന്ന് സൈബർ തട്ടിപ്പുകാർക്കും വലിയ ആയുധമായി മാറിയിരിക്കുന്നു. ഒരാൾ അറിയാതെ തൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം മറ്റൊരാളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കുക എന്നത് നിലവിൽ ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് UPI ഇടപാടുകളിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടക്കമിടാൻ ഒരുങ്ങുന്നത്. പണം കൈമാറുന്നതിലെ അതിവേഗതയ്ക്ക് അല്പം കടിഞ്ഞാൺ ഇട്ടുകൊണ്ട് ഉപഭോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പുതിയ നീക്കത്തിൻ്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഡിജിറ്റൽ ഇടപാടുകൾക്ക് 1 മണിക്കൂർ സമയപരിധി ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് റിസർവ് ബാങ്ക് നിലവിൽ ഗൗരവകരമായി ആലോചിക്കുന്നത്. ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾക്കിടയിൽ സംഭവിക്കുന്ന വൻകിട തട്ടിപ്പുകൾ തടയാൻ ഇത്തരമൊരു കൂളിംഗ് ഓഫ് പീരീഡ് അത്യന്താപേക്ഷിതമാണെന്ന് ബാങ്കിംഗ് മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നു. സാധാരണയായി ഒരു ഇടപാട് നടത്തുമ്പോൾ പണം അക്കൗണ്ടിൽ നിന്ന് കുറയുകയും അത് സ്വീകർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ഉടൻ തന്നെ എത്തുകയുമാണ് പതിവ്. എന്നാൽ പുതിയ നിർദ്ദേശം നടപ്പിലാകുന്നതോടെ 10,000 രൂപയ്ക്ക് മുകളിലുള്ള വലിയ തുകകൾ കൈമാറുമ്പോൾ ആ തുക സ്വീകർത്താവിലേക്ക് എത്തുന്നതിന് കൃത്യം 1 മണിക്കൂർ സമയം എടുക്കും. ഈ 1 മണിക്കൂർ സമയം ഉപഭോക്താവിന് തൻ്റെ ഇടപാട് കൃത്യമാണോ എന്ന് പുനഃപരിശോധിക്കാനുള്ള അവസരമായി മാറും. എന്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയതെന്ന ചോദ്യത്തിന് ഉത്തരം രാജ്യത്തെ സൈബർ ക്രൈം കണക്കുകൾ തന്നെയാണ്. UPI വഴിയുള്ള ഡിജിറ്റൽ തട്ടിപ്പുകളിൽ പണം നഷ്ടപ്പെടുന്ന കേസുകളിൽ 98.5% 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളിലാണ് സംഭവിക്കുന്നത് എന്ന് RBIയുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. തട്ടിപ്പുകാർ പലപ്പോഴും ഉപഭോക്താക്കളെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ വലിയ തുകകൾ UPI വഴി കൈമാറാൻ നിർബന്ധിക്കാറുണ്ട്. പണം കൈമാറി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തട്ടിപ്പുകാർ ആ തുക തങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിക്കുകയോ മറ്റു പല അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ ചെയ്യുന്നതിനാൽ പോലീസിനോ ബാങ്കുകൾക്കോ അത് തിരിച്ചുപിടിക്കാൻ സാധിക്കാറില്ല. 1 മണിക്കൂർ സമയപരിധി വരുന്നതോടെ താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കുന്ന ഒരു ഉപഭോക്താവിന് ആ ഇടപാട് റദ്ദാക്കാനോ തടയാനോ ഉള്ള സാങ്കേതിക സൗകര്യം ബാങ്കുകൾ ഒരുക്കും. ഇത് വലിയ തുകകൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. UPI ഇടപാടുകളിലെ സുരക്ഷാ ഭീഷണികൾ നേരിടാൻ കേവലം ഒരു സമയപരിധി മാത്രമല്ല റിസർവ് ബാങ്ക് വിഭാവനം ചെയ്യുന്നത്. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മറ്റൊരു സുപ്രധാന നിർദ്ദേശം കൂടി പരിഗണനയിലുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള വലിയ ഇടപാടുകൾക്ക് വിശ്വസ്തനായ ഒരാളുടെ അനുമതി കൂടി വേണമെന്നതാണ് ഈ നിർദ്ദേശം. സാങ്കേതിക കാര്യങ്ങളിൽ അറിവ് കുറഞ്ഞ മുതിർന്ന പൗരന്മാരെ ലക്ഷ്യമിട്ടിട്ടുള്ള OTP തട്ടിപ്പുകളും ബാങ്ക് മാനേജർ എന്ന വ്യാജേനയുള്ള വിളികളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ സുരക്ഷാ കവചം ഒരുക്കുന്നത്. ഉപഭോക്താവ് പണം അയക്കുമ്പോൾ തന്നെ അവരുടെ കുടുംബാംഗമോ സുഹൃത്തോ ആയ അവർ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒരു വിശ്വസ്ത വ്യക്തിക്ക് സന്ദേശം ലഭിക്കുകയും ആ വ്യക്തി അനുമതി നൽകിയാൽ മാത്രം ഇടപാട് പൂർത്തിയാക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഇത് വലിയ തോതിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾ തടയാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. പലപ്പോഴും പുതിയ നിർദ്ദേശങ്ങൾ കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് തോന്നുന്ന വലിയൊരു ആശങ്ക ഇത് തങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളെ ബാധിക്കുമോ എന്നതാണ്. എന്നാൽ സാധാരണക്കാരുടെ ഇടപാടുകളെ തടസ്സപ്പെടുത്താത്ത രീതിയിലാണ് RBI ഈ മാറ്റങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കടകളിൽ നടത്തുന്ന ചെറിയ തുകകളുടെ പേയ്മെൻറ്റുകളോ അല്ലെങ്കിൽ കൃത്യസമയത്ത് അടയ്ക്കേണ്ടി വരുന്ന EMI, ഇൻഷുറൻസ് പ്രീമിയങ്ങൾ എന്നിവയെയോ ഈ നിയമം ബാധിക്കില്ല. നാം മുൻപേ ഇടപാട് നടത്തിയിട്ടുള്ളതും വിശ്വസ്തമായി ബാങ്ക് ശാഖകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതുമായ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കുമ്പോഴും ഈ സമയപരിധി ബാധകമാകില്ല. അപരിചിതമായ പുതിയ അക്കൗണ്ടുകളിലേക്ക് ആദ്യമായി വലിയ തുക അയക്കുമ്പോഴോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ AI സംവിധാനങ്ങൾക്ക് സംശയാസ്പദമായി തോന്നുന്ന ഇടപാടുകളിലോ മാത്രമായിരിക്കും ഈ 1 മണിക്കൂർ വൈകൽ ഉണ്ടാവുക. ബാങ്കിംഗ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം ഇരട്ടത്താപ്പുള്ള ഒരു വെല്ലുവിളിയാണ്. ഒരു വശത്ത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഇടപാടുകൾ കൂടുതൽ വേഗത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് സുരക്ഷയ്ക്കായി വേഗത കുറയ്ക്കേണ്ടി വരുന്നത് ഒരു വൈരുദ്ധ്യമായി തോന്നാം. എന്നാൽ സുരക്ഷിതമായ വേഗതയാണ് വേണ്ടതെന്നാണ് RBIയുടെ നിലപാട്. ബാങ്കുകൾക്കും സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും സംശയാസ്പദമായ ഇടപാടുകൾ പരിശോധിക്കാൻ ഈ 1 മണിക്കൂർ സമയം ധാരാളമാണ്. അത്യാധുനികമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു ഇടപാടിൻ്റെ സ്വഭാവം വിശകലനം ചെയ്യാനും അത് തട്ടിപ്പാണോ എന്ന് കണ്ടെത്താനും ബാങ്കുകൾക്ക് ഇതുവഴി സാധിക്കും. തട്ടിപ്പ് തടയുന്നതിലൂടെ ബാങ്കുകൾക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകളും പരാതി പരിഹാരത്തിനുള്ള സമയവും വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. ഈ പുതിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. മെയ് 8 വരെ ജനങ്ങൾക്ക് തങ്ങളുടെ നിർദ്ദേശങ്ങളും പരാതികളും RBIയെ അറിയിക്കാൻ സാധിക്കും.
ഓരോ വ്യക്തിയുടെയും അധ്വാന ഫലം സംരക്ഷിക്കപ്പെടുക എന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഡിജിറ്റൽ ഇടപാടുകളിൽ ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയായി മാറുമ്പോൾ സുരക്ഷയുടെ കാര്യത്തിലും നമ്മൾ മുന്നിൽ നിൽക്കേണ്ടതുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള കൂളിംഗ് ഓഫ് പീരീഡുകൾ നിലവിലുണ്ട്. ഇന്ത്യയിലെ വലിയ ജനസംഖ്യയും ഡിജിറ്റൽ സാക്ഷരതയിലെ വൈവിധ്യവും കണക്കിലെടുക്കുമ്പോൾ ഈ 1 മണിക്കൂർ വൈകൽ എന്നത് അല്പം അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് വലിയൊരു നേട്ടമായി മാറും. UPI ഇടപാടുകൾ നടത്തുമ്പോൾ ഉപഭോക്താക്കൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചുകൂടി ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പണം ലഭിക്കാൻ പിന്നടിക്കേണ്ടതില്ല എന്ന പ്രാഥമിക അറിവ് പോലും ഇല്ലാത്ത പലരും ഇന്നും തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്. പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ അതിനോട് സഹകരിക്കുക എന്നത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. സാങ്കേതികവിദ്യ വളരുന്നതിനനുസരിച്ച് തട്ടിപ്പുകാരും തങ്ങളുടെ രീതികൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അവരെക്കാൾ ഒരുപടി മുന്നേ ചിന്തിക്കാൻ നമ്മുടെ ബാങ്കിംഗ് സംവിധാനങ്ങൾ തയ്യാറാകുന്നു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പുകാർ കൊണ്ടുപോയ ശേഷം പരാതി നൽകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് വേണ്ടി 1 മണിക്കൂർ ക്ഷമയോടെ കാത്തിരിക്കുന്നത്. സുരക്ഷയ്ക്കായി നാം നൽകുന്ന ഈ ചെറിയ വില വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മെയ് 8-ന് ശേഷം പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് RBI ഇതിൽ അന്തിമ തീരുമാനമെടുക്കുന്നതോടെ ഇന്ത്യയിലെ UPI ഇടപാടുകൾ കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമായി മാറും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.